Hi everyone, today I am talking to about a very common mistake in curly hair. Curly hairil എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. മോസ്റ്റ് പീപ്പിൾ ടെൻ ടു കോം ദർ ഹെയർ വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈ. ഞാനും സെയിം ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ബട്ട് ദ ട്രൂത്ത് ഈസ് ഡ്രൈ കേളി ഹെയർ കോംബ് ചെയ്യുന്നത് ഹെയർ ഡാമേജ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദിസ് എൻ്റർ ഹെയറിൽ നമുക്ക് ബ്രേക്കിംഗ് കൂടും, കേൾസ് ഫ്രിസി ആയി തുടങ്ങും ആൻഡ് ഓവറോൾ ഹെയർ ഹെൽത്ത് വളരെ കുറഞ്ഞു പോകും. അറ്റ് ദ വൺ പോയിന്റ് എനിക്ക് തോന്നിയത് ഹെയർ ഗ്രോത്ത് ഇല്ല എന്നാണ്. സോ ദെൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ദ ഇഷ്യൂ വാസ് നോട്ട് മൈ ഹെയർ ബട്ട് ദ വേ ഐ വാസ് ഹാൻഡിൽ ഇറ്റ്. പ്രോബ്ലം ഒരിക്കലും ഹെയറിലല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ്. സോ നൗ ഐ ഫോളോ എ വെരി സിമ്പിൾ റൂട്ടീൻ. ഫസ്റ്റ് ഐ അപ്ലൈ എ സ്മോൾ എമൗണ്ട് ഓഫ് ഓയിൽ ജസ്റ്റ് ടു മേക്ക് ദ ഹെയർ സോഫ്റ്റ് ആൻഡ് മാനേജബിൾ. ഇത് നമ്മുടെ ഹെയർ സ്മൂത്ത് ആക്കാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിവിടെ ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ അത് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്താണോ യൂസ് ചെയ്യാൻ തോന്നുന്നത് ആ ടൈമിലുള്ള ഓയിലായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിലിന് എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏത് ഓയിലാണോ നല്ലത് അതപ്പോൾ എനിക്ക് കിട്ടുന്നത് അത് ഞാൻ യൂസ് ചെയ്യും. ദെൻ ഐ യൂസ് മൈ ഫിംഗേഴ്സ് ടു ഡീടാങ്കിൾ ദ ഹെയർ. ഞാൻ ഫിംഗർ വെച്ചിട്ടായിരിക്കും ആദ്യം മുടി ഡീടാങ്കിൾ ചെയ്യുന്നുണ്ടാവുക. അത് സെപ്പറേറ്റ് ആക്കിയ ശേഷം ഒട്ടും വിത്തൗട്ട് എനി ഫോഴ്സ് കൊടുക്കാതെ എൻ്റെ ഹെയർ മുടിയുടെ കെട്ടൊക്കെ കളയാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോമ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൈ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു മുടിക്ക് കുറച്ചും കൂടി നല്ലൊരു കാര്യം. ആഫ്റ്റർ ദാറ്റ് ഐ യൂസ് എ വൈറ്റ് ടൂത്ത് കോമ്പ്. ഓൺലി ആഫ്റ്റർ ഫിംഗർ ഡീടാങ്കിൾ ഞാൻ ഈ കോമ്പ് വെച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ ബാക്കിയുള്ള കെട്ടുകളൊക്കെ കളയാറ്. സോ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദ എൻഡ് ആൻഡ് സ്ലോലി മൂവ് അപ്വേർഡ്. ഇത് നമ്മുടെ മുടിയുടെ ബ്രേക്ക് ആവുക എന്നുള്ളൊരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മുടി പൊട്ടിപ്പോകുക എന്നുള്ളതെല്ലാം ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. സോ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ ഞാനൊരു 15 മിനിറ്റ്സൊക്കെ ഈ ഓയിലിംഗ് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവും. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നോർമൽ തോർത്ത് വെച്ചിട്ടല്ല കെട്ടിൽ, നമ്മുടെ പഴയ ബനിയൻ ഉണ്ടാവുമല്ലോ, ആ ബനിയൻ വെച്ചിട്ട് മുടി ഇങ്ങനെ കെട്ടി വെക്കും. അത് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കുറച്ചും കൂടി ഡിഫൈൻ ആയിട്ടിരിക്കും, കുറച്ചും കൂടി കേളി ആവാൻ കുറച്ചും കൂടി യൂസ്ഫുള്ളാണ്. നോർമൽ തോർത്ത് വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. സോ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ആവും. ഇപ്പോൾ എൻ്റെ ഹെയർ ദേ ഇങ്ങനെയാണ്, നല്ല പക്ക കേളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ആഫ്റ്റർ ഫോളോയിങ് ദിസ് മെത്തേഡ് ഐ നോട്ടീസ്ഡ് എ ബിഗ് ഡിഫറൻസ്. മൈ ഹെയർ ഫാൾ റെഡ്യൂസ്ഡ് എ ലോട്ട് ആൻഡ് മൈ കേൾസ് ലുക്ക് മോർ ഡിഫൈൻ ആൻഡ് ഹെൽത്തി നൗ and slowly my hair start growing better. So if you have curly hair, try this method. Tell me your result. I will share my full hair routine in my next video. So next video il kaanam. Bye.